ഇവിടെ കുറേ കാലമായി ഈ CPM-ന്റെ ചർച്ചയ്ക്ക് വരുന്ന പ്രതിനിധികളെ കാണുന്നില്ല. അനിൽകുമാറും അരുൺകുമാറും ഒക്കെ എവിടെയാണെന്ന് എനിക്കറിയില്ല. കുറേ നാളെ കണ്ടിട്ട് അവരെയൊക്കെ ഒന്ന് കണ്ടുകിട്ടിയെങ്കിൽ മതിയായിരുന്നു. ആരെങ്കിലും കണ്ടുകിട്ടുന്നവർ ഏതെങ്കിലും ഒരു ചാനലിലൊന്ന് എത്തിക്കണം. ഏതായാലും എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ അവരുടെ ആവശ്യമില്ല. ഇവിടെ ഗോപാലകൃഷ്ണൻ ഉള്ളതുകൊണ്ട് ഇപ്പം അത് പരിഹരിക്കപ്പെട്ടു പോകും. കാരണം ഇവിടെ കേരള സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇപ്പോൾ RSS-ഉം CPM-ഉം ഒന്ന് തന്നെയാണല്ലോ. ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായപ്പോൾ പിന്നെ അവരിലാരെങ്കിലും ഒരാൾ മതി എന്നുള്ളതുകൊണ്ടായിരിക്കും ശ്രീ ഗോപാലകൃഷ്ണൻ വന്നപ്പോൾ അവർ വരാതിരിക്കുന്നത്. ഏതായാലും വരട്ടെ, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഇവിടെ താങ്കൾ ചോദിച്ച ചോദ്യം, ഇവിടെ എനിക്ക് മുമ്പ് ഇടതുപക്ഷത്തിന് വേണ്ടി ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന നിലയിൽ ഒരാളോട് പങ്കെടുത്തു. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് RSS മേധാവികളെ നമ്മുടെ ADGP, ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ADGP പോയതെന്നാണ് അദ്ദേഹം പറയുന്നത്. എത്ര നിരുത്തരവാദപരമായ പരാമർശമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതാണ് സ്റ്റാൻഡെങ്കിൽ മുഖ്യമന്ത്രി തുറന്നു പറയണം. ഇതാണ് നിലപാടെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തുറന്നു പറയണം. ഇവിടെ ADGP ഇങ്ങനെ പോയി കണ്ടിരിക്കുന്നു. ഇത്രയും കാലമായിട്ടും ആരും അത് സംസാരിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. തൊട്ടടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയും ഇൻ്റലിജൻസിൻ്റെയും ഒക്കെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കിട്ടിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അത് പൂഴ്ത്തി വെച്ചു. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് അതിൽ ഉത്തരമുണ്ട്. ഇവിടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയാണ് പോയിട്ടുള്ളതെങ്കിലും മുഖ്യമന്ത്രി ആ നിമിഷം നടപടിയെടുക്കണ്ടേ? മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കിട്ടിയപ്പോൾ മുഖ്യമന്ത്രി എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? കാരണം മുഖ്യമന്ത്രിയുടെ ഒത്താശയോടുകൂടിയാണ് ഈ RSS നേതാക്കന്മാരെ ഈ ADGP കാണാൻ പോയിട്ടുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത ചോദ്യം, ഇത്രയും കാലമായി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ട് മുഖ്യമന്ത്രി പൊതുമണ്ഡലത്തിൽ ഇത് പറയാതിരുന്നത് എന്തുകൊണ്ട്? പാർട്ടി സെക്രട്ടറി ഇന്നലെയും പറഞ്ഞത് പോയെങ്കിൽ എന്താണെന്ന് ചോദിക്കുന്നത്, പോയോ പോയില്ലോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം മറുപടി പറയാത്ത എന്തുകൊണ്ട്? ഗതികെട്ടപ്പോൾ ADGP തന്നെ പരസ്യമായി സമ്മതിക്കേണ്ടി വന്നത് എന്തുകൊണ്ട്? പോയി സംസാരിച്ചത് എന്തെല്ലാം വിഷയങ്ങളെ സംബന്ധിച്ചാണ്? ഇതിന് ആരാണ് ചുമതലപ്പെടുത്തിയത്? ഇവിടെ കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ പരിഹരിക്കുന്നതിന് വേണ്ടി RSS-ന്റെ ദേശീയ നേതാക്കന്മാരെ കണ്ടു. RSS-ന്റെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ സംസ്ഥാനത്തിൻ്റെ ADGP പോയി കണ്ടെങ്കിൽ ആരാണ് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത്? എന്തായിരുന്നു ലക്ഷ്യം? അപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട. ഇവിടെ നമുക്കറിയാം, നേരത്തെ ലോക്നാഥ് ബെഹ്റ ഇരുന്നപ്പോൾ മുതൽ കേന്ദ്ര സർക്കാരുമായി BJP സർക്കാരുമായിട്ടുള്ള ബാന്ധവം നമുക്ക് നന്നായിട്ടറിയാം. അതിൻ്റെ തുടർച്ചയായി അതിൻ്റെ പിന്മുറക്കാരനായി ഈ അജിത് കുമാർ മാറിയിരിക്കുന്നു. അദ്ദേഹം മാറുമ്പോൾ ഇവിടെ പ്രമോദ് പുഴക്കാർ പറഞ്ഞു, സ്ത്രീയെക്കുറിച്ചൊക്കെ പറഞ്ഞു, ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഓർഗനൈസറിൻ്റെ ചുമതലക്കാരനായിരുന്ന ബാലശങ്കർ വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അഭിലാഷേ. താങ്കൾ കുറച്ചുകൂടി പുറകോട്ട് പോകണം. ശബരിമല വിഷയം നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ? ആ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ സ്ത്രീ പ്രവേശം ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് അവിടെ ചെറുത്തുനിൽപ്പുണ്ടായതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ അവിടെ പോലീസിൻ്റെ വയർലെസ് സെറ്റ് ഉൾപ്പെടെ ശ്രീ വത്സൻ തില്ലങ്കരിക്ക് കൊടുത്തു അല്ലേ? അദ്ദേഹം അവിടെ പോലീസിൻ്റെ വയർലെസ് സെറ്റ് ഉപയോഗിച്ച് ഇത്തരത്തിൽ ആളുകളെ നിയന്ത്രിക്കുന്ന നമ്മൾ കണ്ടു. അതൊന്നും നമ്മൾ മറന്നു പോകരുത്. അന്നും ഈ ADGP അവിടെ ഉണ്ട്. അന്നും ഈ നമ്മുടെ എന്താണ് പേര്, ശ്രീ അജിത് കുമാർ അവിടെ ഉണ്ട്. അപ്പോൾ പോലീസ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ RSS-ന് കീഴ്പ്പെട്ടിരിക്കുന്നു. നമ്മൾ പലതും മറന്നു പോകും. ഞാൻ പറഞ്ഞു തന്നോട്ടെ. അപ്പോൾ പലതും മറന്നു പോവുകയാണ്. ഇവിടെ എന്താ അടിസ്ഥാനപരമായ പ്രശ്നം? ഇവിടെ സംസ്ഥാന സർക്കാർ RSS-ന് വിധേയമായി അവരുടെ ഹോം ഡിപ്പാർട്ട്മെന്റ്, ആഭ്യന്തര വകുപ്പ് നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. RSS-ന്റെ മുതിർന്ന നേതാക്കൾ, ദേശീയ നേതാക്കന്മാരാണ് സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ ഇടതുപക്ഷ നിരീക്ഷകൻ പറഞ്ഞു, പരിചയക്കുറവുള്ളതുകൊണ്ടാണ് തൃശ്ശൂരിലെ സിറ്റി പോലീസ് കമ്മീഷണർ അതിനകത്ത് ഇടപെട്ടതിൽ അമാന്തം ഉണ്ടായത്, അല്ലെ വീഴ്ച ഉണ്ടായതെന്ന്. അവിടെ ആ സ്പോട്ടിലുണ്ടല്ലോ ഈ ADGP. ഇത്രയും വിവാദമുണ്ടായിട്ടും ആ ക്ഷേത്രത്തിലെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ കൃത്യമായി ഇടപെടാൻ എന്തുകൊണ്ടാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ കഴിയാതെ പോയത്? അവിടെ പറഞ്ഞു വരുമ്പോൾ എന്താ, ഇവിടെ ഞങ്ങൾ പറയുന്നത് അങ്ങ് മാറ്റിവെക്കുന്നേ. ഞങ്ങൾ പറഞ്ഞങ്ങ് മാറ്റിവെക്ക്. ഇവിടെ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു ഇത് ഗൗരവത്തോടു കാണുന്നു എന്ന്. അദ്ദേഹം ഈ അടുത്ത സമയത്ത് രണ്ടും ഗൗരവത്തോടെ കാണുന്നേ ഉള്ളൂ. രണ്ട് കാര്യങ്ങളിൽ, ഒന്ന് PV അൻവറിൻ്റെ വെളിപ്പെടുത്തലിനെ സംബന്ധിച്ച്, രണ്ടാമത്തേത് ഇപ്പോൾ വന്നിരിക്കുന്ന ADGP-യുടെ വെളിപ്പെടുത്തലിനെ സംബന്ധിച്ച്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമായി കാണുന്നു എന്നാണ്. ആർജവും ഉണ്ടാവണം CPI-ക്ക്. അങ്ങനെ സംഭവിച്ചു എന്നും പോയി എന്നും കണ്ടുവെന്നും ADGP പരസ്യപ്പെടുത്തിയതിന് ശേഷമാണ് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഗൗരവമായി കാണുന്നു. ശരി, അപ്പോൾ CPI-യോടെങ്കിലും മറുപടി പറയാൻ CPM തയ്യാറാകണ്ടേ? ഘടകകക്ഷിയെങ്കിലും ബോധ്യപ്പെടുത്താൻ CPM തയ്യാറാകണ്ടേ? എന്തായിരുന്നു നിങ്ങളുടെ ദൗത്യം? അവിടെയാണ് പ്രശ്നം. കരുവന്നൂർ ഉൾപ്പെടെ, ഈ തൃശ്ശൂരിലെ ഇലക്ഷൻ ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉൾപ്പെടെ ദേശീയ ഏജൻസികൾ. അവിടെയാണ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം താങ്കൾ മറന്നു പോകരുത്. രാഹുൽ ഗാന്ധി പറഞ്ഞു പോയ കാര്യങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് മറ്റ് കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിമാരെ എല്ലാം കേന്ദ്ര ഏജൻസി വേട്ടയാടുമ്പോഴും ഈ മുഖ്യമന്ത്രിക്കെതിരെ, നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെയും കുടുംബത്തിനെതിരെയും തുടർച്ചയായി തെളിവുകൾ ഉണ്ടായിട്ടിലും ഒരു കേസിൽ പോലും കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല. ശരിയല്ലേ? അത് പറഞ്ഞപ്പോൾ ഈ അൻവറിനെ കൊണ്ട്, ഇതേ അൻവറിനെ കൊണ്ട് തിരിച്ചു പറയിച്ചു. എന്താ പറഞ്ഞത്?
ശ്രീ രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം. അതിനെ സംബന്ധിച്ച് രാഷ്ട്രീയ മണ്ഡലത്തിൽ തർക്കമുണ്ടായപ്പോൾ, എതിർപ്പുണ്ടായപ്പോൾ എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? പറഞ്ഞാൽ തിരിച്ചു കിട്ടുമെന്ന് അല്ലേ? അപ്പോൾ മുഖ്യമന്ത്രിക്ക് ആരോടാണ് കടപ്പാടെന്നും, മുഖ്യമന്ത്രി ഒരു RSS സംഘ് ചാലകന് തുല്യമായി മാറിയിരിക്കുന്നു കേരളത്തിലെ പിണറായി വിജയൻ. ഒരു തർക്കവും വേണ്ട. ശരി.